ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സർപ്രൈസ് സ്റ്റോറി ആയാലോ? അങ്ങനെ പറയാവും നല്ലത്. കാരണം ഞാൻ സർപ്രൈസ് ആവുന്നതായിട്ട് ഇതിലൊന്നും കാണാൻ പറ്റില്ല. അതിന് കാരണം ദേ ഈ അടുത്തിരിക്കുന്ന മഹാനാണ്. ഈ മഹാന് പബ്ലിക്കായിട്ട് വീഡിയോ കാണിക്കാൻ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സർപ്രൈസ് ആവുന്ന വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഇനി എന്താണ് കാര്യം എന്നുള്ളത് പറയാം. ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളുടെ 8ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്തിട്ട് പുറത്തിറങ്ങിയിരുന്നെങ്കിലും എൻ്റെ അടുത്തിരിക്കുന്ന മഹാൻ വേറൊരു പ്ലാനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്നുള്ളത് പിന്നെ ഞാൻ അറിയുന്നത് ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ നേരെ നക്ഷത്ര ജ്വല്ലേഴ്സിൽ കയറ്റിക്കഴിഞ്ഞ് ഞാൻ ഓരോ മാലകളായിട്ട് ട്രൈ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേതാണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അത് കഴിഞ്ഞ് അടുത്ത ചടങ്ങ് എൻ്റെ സെക്കൻഡ് സ്റ്റഡ് മാറ്റലായിരുന്നു. അതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം തന്നെ കിട്ടും എന്നുള്ളത്. എനിക്ക് നല്ല 8ൻ്റെ പണി സെക്കൻഡ് സ്റ്റഡ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും ചോര കണ്ടാൽ നല്ലതാണെന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് ഒട്ടും തന്നെ മുടക്കം വരുത്താതെ ചോര അങ്ങ് കാണിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചെവിയിൽ നിന്ന് പൊന്നീച്ച വേറൊരു സുഖമായിരുന്നു. ഒരു ചെവി മാത്രമാണ് പണി തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് സ്റ്റഡും മാറിയിട്ട് നോക്കി അവസാനം അതിലും ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് നാളത്തെ ആഗ്രഹമായ ഫോട്ടോഷൂട്ടിലേക്കായിരുന്നു പിന്നീട് കിടന്നത് കേട്ടോ. എന്താ പറയുക, കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, അതിന് കുറേ കാരണങ്ങളുണ്ട്. എൻ്റെ കല്യാണം, എൻ്റെ അല്ല ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു സേവ് ദി ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കല്യാണത്തിൻ്റെ ഫോട്ടോസായാലും അത്ര അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ രണ്ടാളുടെയും. അത് കഴിഞ്ഞ് മോളുടെ 28 ഏറ്റവും നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ കിട്ടുന്നത് മോളുടെ 2ാമത്തെ ബർത്ത്ഡേക്ക് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വായ വരെ ഉടക്കി പോണു. അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും കാലത്തിന് ശേഷം ഞങ്ങളൊരു നല്ല ഫോട്ടോ എടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ലേഡി ഭയങ്കര എന്താ പറയുക, നമ്മൾ നല്ലൊരു കംഫർട്ട് സോണിലാക്കി നല്ല പോസൊക്കെ പറഞ്ഞു തന്ന് നല്ലൊരു ഫോട്ടോഷൂട്ടായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങളൊരു കൊട്ടങ്കേൻ്റെയൊക്കെ കനിമുഖം വാങ്ങിക്കൊടുത്ത് നേരെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഫോട്ടോസും എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരും.